പണത്തിന് ഹൃദയമുണ്ട്. പണത്തിനെ കുറിച്ചുള്ള ക്ലാരിറ്റി എല്ലാവർക്കും ആദ്യം ആവശ്യമാണ്. പണം ചലിക്കുന്ന വഴി ആദ്യം അറിയണം. പണം ചിലവഴിക്കുന്ന വഴികളും അറിയണം. വരവ് ചെലവ് കണക്ക്. ഒരു മാസം എനിക്ക് പണം എത്ര വേണം എന്ന അറിവ് അറിയണം. എത്ര ചിലവ് വേണം എന്ന അറിവ്. പണം എന്തിനാണ് എന്ന് നമുക്ക് ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പണത്തിന്റെ വില നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പണത്തിന് ചിലവ് കൂടുമ്പോൾ ചിലവ് കുറക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. ഇതിന്റെ വരവ് കൂടുവാനുള്ള സ്രോതസ്സുകളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതായത് പണം നമുക്ക് അരികിലേക്ക് എത്തുന്നത് വെച്ചാൽ നമുക്ക് ചിലവഴിക്കാനാണ്, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനാണ്. അപ്പോൾ നമുക്ക് ചിലവ് കൂടുതലുണ്ടാകും. ചില ആൾക്കാരുടെ ചിലവ് ചുരുക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോൾ പണത്തിന്റെ വരവ് കൂട്ടുവാൻ എന്താണോ വേണ്ടത് അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ചില തടസ്സങ്ങൾ ഉണ്ടാവും പണം നമ്മുടെ അരികിലേക്ക് വരാൻ വേണ്ടി. ആ തടസ്സങ്ങളെ മറികടക്കാൻ നല്ല ഹൈ ഫ്രീക്വൻസി, ഹൈ എനർജി, ആ ലെവലിൽ വേണം നമ്മുടെ ചിന്താഗതികൾ മാറാൻ. സാധാരണക്കാരിൽ അസാധാരണക്കാർക്ക് മാത്രമേ പണം സമ്പാദിക്കാനുള്ള കഴിവുകളുള്ളൂ. എല്ലാവർക്കും സമയം 24 മണിക്കൂറാണ്, പാവപ്പെട്ടവനും പണക്കാരനും. പക്ഷെ ചില ആൾക്കാർ അത് ഏത് രീതിയിൽ ടൈം വിനിയോഗിക്കുന്നു, സമയം ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു, അതിനനുസരിച്ചാണ് അവരുടെ വരവ് ചെലവ് കണക്കുകൾ തീരുമാനിക്കുന്നത്. ബ്ലാക്ക് എനർജി, അതായത് നമ്മുടെ ലോ എനർജി ഫ്രീക്വൻസിയിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരിക്കലും പണമില്ല. അപ്പോൾ കടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കടം 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 എന്നൊരു ചിന്ത മാത്രമേ മനസ്സിലുണ്ടെങ്കിൽ അവിടെ കടം മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എല്ലാവരും പണക്കാരല്ല, എല്ലാവരും ദരിദ്രരുമല്ല. ലോ ക്ലാസ്, മിഡിൽ ക്ലാസ്, ഹൈ ക്ലാസ്. ഇനി നെക്സ്റ്റ് വരാൻ പോകുന്ന ജനറേഷനിൽ ഇതിന്ന് ഒന്നെടുത്ത് കളയും. പിന്നെ 2 കാറ്റഗറി, 2 വിഭാഗം മാത്രമേ നമ്മുടെ മുന്നിൽ ഉണ്ടാവുകയുള്ളൂ. ഒന്നിക്ക് താഴ്ന്നയുള്ളവർ, മുകൾ തട്ടിലുള്ളവർ. അതായത് ലോ ക്ലാസ്സും ഹൈ ക്ലാസ്സും. മിഡിൽ നിന്നുള്ള സംഭവം ഇനി ഉണ്ടാവില്ല അങ്ങോട്ട്. സാമ്പത്തിക വിദഗ്ധർ പറയുന്നതാണ് സമ്പത്തിനെ കുറിച്ചുള്ള നല്ല ചിന്തകൾ ആദ്യം നമുക്ക് ഉണ്ടാവേണ്ടത്. വരുമാനത്തിനനുസരിച്ച് ചിലവാക്കാൻ പാടുള്ളൂ എന്ന ചിന്താഗതിയാണ് ആദ്യം മാറ്റേണ്ടത്. ചെലവല്ല ചുരുക്കേണ്ടത്, വരവാണ് കൂട്ടേണ്ടത്. അങ്ങനെയാവണം നമ്മുടെ ചിന്താഗതി. പോരുന്ന കിണറിൽ മാത്രമേ ഉറവ വരികയുള്ളൂ എന്നറിയില്ലേ?